ഹലോ, ഐ ആം ഏബിൾ. വെൽക്കം ടു ജവാബയ. കാലങ്ങളും മാസങ്ങളും ദിവസങ്ങളൊക്കെ എത്ര പെട്ടെന്നല്ലേ പോകുന്നേ. ദാ വന്നതും തിരിച്ചു പോകുന്നതും ദാ ഇത്ര പെട്ടെന്നാ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു കല്യാണം കൂടാൻ പറ്റിയതും വലിയൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ പറ്റിയതും എന്തോ ഭാഗ്യം. അങ്ങനെ ദാ നവദമ്പതികളും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അതെ, ചേട്ടനും ചേച്ചിയും അവരിന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ എന്നെ ആ നെടുമ്പാശ്ശേരിയിലൊന്ന് ഇറക്കിയായിരുന്നു. ലോഞ്ച് ആക്സസ് ഉള്ള കാർഡൊക്കെ ഉണ്ടെങ്കിലും കാർഡിട്ട് സ്വൈപ്പ് ചെയ്ത് ഒരു 5,000 രൂപയുടെ ട്രാൻസാക്ഷൻ എത്തിക്കാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കേണ്ടി വന്നു. ഇനി ആരുടെയെങ്കിലും ഇങ്ങനത്തെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചോ, കാർഡ് തന്നെ സ്വൈപ്പ് ചെയ്യണം. UPI ട്രാൻസാക്ഷൻ കൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെ 2-2.5 മണിക്കൂർ അവിടെയും വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഫോണും ടാബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അത്യാവശ്യം വീഡിയോ എടുക്കുന്ന സ്കില്ലൊക്കെ ഉള്ളതുകൊണ്ടും സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. അറൗണ്ട് 4 hours നമുക്ക് ഇവിടുന്ന് ട്രാവൽ ഉള്ളത്. പിന്നെ അത്യാവശ്യം ട്രാവൽ ചെയ്തും ഇരുന്ന് ഉറങ്ങിയും പരിചയമുള്ളത് കൊണ്ട് ഈ ഒരു സാധനം എനിക്ക് പണ്ടേ കൂട്ടാണ് കേട്ടോ. അങ്ങനെ കയറിയ ഉടനെ ഇത് ഊതി വീർപ്പിച്ച് ഉറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി. പിന്നെ ദാ ഈ പറന്നു വരുന്നതിൻ്റെ വീഡിയോ എടുത്തില്ലെങ്കിൽ എന്തോ ഒരു ആശ്വാസം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ സൈഡായി. അപ്പോഴുണ്ടാ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നു. പിന്നെ കിട്ടിയതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഒരു ഷവർമയോ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു. അത് കൊള്ളൂലായിരുന്നു. പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു 2-2.5 മണിക്കൂർ പോയതറിഞ്ഞില്ല. പിന്നെ നോക്കിയപ്പോൾ കൈയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു 2-3 ഫ്രണ്ട്സിൻ്റെ സീരീസ് കഴിഞ്ഞപ്പോഴെങ്കിലും നമ്മൾ അബുദാബി എത്തി. അബുദാബിയിലായിരുന്നു എൻ്റെ ലാൻഡിങ്. ആൻഡ് ഇവിടെയാണെങ്കിൽ ദാ ഈ ഗേറ്റ് എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചടപടേന്നായിരുന്നു. എന്തൊരു പെട്ടെന്നാ അത് കഴിഞ്ഞ് അതൊന്ന് ജസ്റ്റ് നടന്നു കഴിഞ്ഞപ്പോഴെങ്കിലും നമ്മുടെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പുറത്ത് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബാഗും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടത്തെ പോലെയാണ് എല്ലായിടത്തും എങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നന്നായി നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ ഈ പെട്ടിയിലുള്ള സാധനങ്ങളും എല്ലാം പുറത്തിടണം. അത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ദാ നമ്മൾ അബുദാബി വിട്ട് ദുബായിക്ക് കയറാണ്. ഈ സ്ട്രീറ്റ് ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ വൈറ്റും യെല്ലോയും ഡിഫറൻസ് ഇല്ലേ? ഈ വൈറ്റ് ആണ് അബുദാബി ആൻഡ് ആ യെല്ലോ സ്ട്രീറ്റ് ലൈറ്റ് ആണ് ദുബായിയുടെ ബോർഡർ കേട്ടോ. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകുന്നു. ബൈ. അപ്പം ഇനി ബാക്കി ബ്ലോഗ്സൊക്കെ